യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ഓരോ തിരമാലകളും കരയിലേക്ക് അലതല്ലി വരുന്നത് പോലെയാണ് ദൈവമക്കളായ നമ്മുടെ മനസ്സിലെ നൊമ്പരങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും. എന്നാൽ ദൈവമായ കർത്താവിൻ്റെ പക്കലേക്ക് നാം അടയുമ്പോൾ കടലിനെ ശാന്തമാക്കിയതുപോലെ അവിടുത്തെ കരസ്പർശത്താൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നു. എന്നേക്കും നഷ്ടപ്പെട്ടു പോയ സന്തോഷവും സമാധാനവും അവിടുത്തെ കരുണയാൽ നമുക്ക് തിരിച്ചു ലഭിക്കുന്നു. അതെങ്ങനെയെന്ന് ഇന്നത്തെ ഷെമ ഇസ്രായേലിലൂടെ നമുക്ക് ശ്രവിക്കാം. നമുക്കായി വചന സന്ദേശം നൽകുന്നത് കാരീസ് ഭവനിലെ ഫാദർ ബിജിൽ ചക്കിയത്താണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് റാണി, സ്ഥലം ചാമക്കാല. എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. എൻ്റെ മകൾക്കൊരു വിവാഹം നടക്കാൻ വേണ്ടി ഞാനിവിടെ എല്ലാ ആഴ്ചയും വന്ന് പ്രാർത്ഥിക്കായിരുന്നു. സാക്ഷി നേർന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇവിടെ വന്ന് ധ്യാനം കൂടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് നവംബർ 6-ാം തീയതിയുള്ള ഒരാഴ്ച ധ്യാനം എനിക്ക് എൻ്റെ ഭർത്താവും മക്കൾക്കൊന്നും കൂടാനുള്ള അനുഗ്രഹിച്ച്, അതോടെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനവും മാറി എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞ് ഇന്ന് എൻ്റെ കുടുംബ സമാധാനം സന്തോഷത്തിനായിരുന്നു. കർത്താവ് തന്ന അനുഗ്രഹത്തിന് നന്ദി പറയും. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇന്നത്തെ ക്ഷേമ ഇസ്രായേലിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വചനം നമ്മളെ ആത്മീയമായും ഭൗതികമായും ചില അനുഗ്രഹത്തിൻ്റെ തലങ്ങളിലേക്ക് പിടിച്ചുയർത്തുന്ന വചനമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതലുള്ള വചനങ്ങൾ. തലക്കെട്ട് കടലിനെ ശാന്തമാക്കുന്നു എന്നുള്ള തലക്കെട്ടിലാണ്. അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. കർത്താവ് പറയാണ് തൻ്റെ ശിഷ്യന്മാരോട്, സായാഹ്നം നമുക്ക് അക്കരയ്ക്ക് പോകാം. അല്ലേ, നമ്മളിടയ്ക്കൊക്കെ പാടാറുള്ളൊരു പാട്ടുമുണ്ട്, പഴയൊരു പാട്ടാണ്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതയാത്ര എന്താണെന്ന് കൃത്യമായിട്ട് സുവിശേഷം അവതരിപ്പിക്കാം. ശരിക്കും അക്കരയ്ക്കുള്ളൊരു യാത്രയല്ലേ അത്? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കരയ്ക്ക് പോവാ അല്ലേ? എപ്പോഴെത്തും, എങ്ങനെ എത്തും എന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഈ യാത്ര ശരിക്കും അക്കരയ്ക്കുള്ളൊരു യാത്രയാണ്. വരാനിരിക്കുന്ന ലോകത്തേക്കുള്ള, നമുക്ക് വേണ്ടി സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ള ഒരു അക്കരയ്ക്കുള്ള ഒരു യാത്രയാണ് ശരിക്കും ഒരു മനുഷ്യൻ്റെ ആത്മീയ യാത്ര. ഒരു നിത്യജീവിതത്തിലേക്കും ഒരു സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്രയാണ് ശരിക്കും അക്കരയ്ക്കുള്ള യാത്ര എന്ന് പറയുന്നുണ്ട് ആത്മീയ ജീവിതത്തിൽ അർത്ഥമാക്കേണ്ടത്. ഈ അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞാണ് സ്വർഗം നമ്മളെ ക്ഷണിക്കുന്നത്. ഈശോ നമ്മളെ വിളിക്കുന്നത്, ശിഷ്യന്മാരെ വിളിച്ചത് അല്ലേ? ഈശോയുടെ വിളി അങ്ങോട്ടുള്ള വിളിയാണ്. എങ്ങോട്ട്?
ഈശോ എങ്ങോട്ട് പോകുന്നുവോ അങ്ങോട്ട് പോകാൻ. ഈശോ പോയത് അങ്ങോട്ടാ? പിതാവിൻ്റെ പക്കലേക്ക്. കല്ലറയിൽ അടക്കം ചെയ്തു, 3-ാം ദിവസം ഉത്ഥാനം ചെയ്തു, പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഈശോ പോയി. ഈശോ നമ്മളെ വിളിക്കുകയാണ്, തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചതുപോലെ ഈ അക്കരയ്ക്ക് യാത്ര ചെയ്യാം. അപ്പൊ ഈ അക്കരയ്ക്ക് യാത്ര ചെയ്യുന്നത് ഒരു നൗകയിലാണ്, ഒരു തോണിയിലാണ് അല്ലേ? ഏതാണ് തോണി? ജീവിതമാകുന്ന തോണി. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതമാകുന്ന നൗകയിൽ, തോണിയിൽ നമ്മളൊക്കെ അക്കരയ്ക്ക് യാത്ര ചെയ്യുന്നവരാണ്. എത്ര സമയം അവിടെ എടുക്കാൻ എന്ന് നമുക്കറിയത്തില്ല. അല്ലെങ്കിൽ അവിടെ എത്താനായിട്ട് എത്ര ദൈർഘ്യമുണ്ട് എന്ന് നമുക്കറിയത്തില്ല. ഏത് സമയം വേണമെങ്കിലും ഈ അക്കരെ എത്താം. ചിലവരുടെയൊക്കെ യാത്രയ്ക്ക് ദൈർഘ്യം കൂടും, ചിലരുടെ യാത്രയ്ക്ക് ദൈർഘ്യം കുറയും, ചിലരുടെ യാത്രയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ, അസ്വസ്ഥതകളൊക്കെയാണ് ഇന്നത്തെ വചനത്തിലൂടെ നമ്മളോട് പറയുന്നത്. അപ്പം ഈ യാത്രയിൽ, അക്കരയ്ക്കുള്ള യാത്രയിൽ, ജീവിതമാകുന്ന നൗകയിൽ, തോണിയിൽ യാത്ര ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. എന്നിട്ട് വചനം എഴുതി വെച്ചിരിക്കുകയാണ്, വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു. കണ്ടോ? അപ്പം നമ്മുടെ കൂടെ വേറെ വള്ളങ്ങളും ഉണ്ട്. നമ്മുടെ നൗക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ തോണി മാത്രമല്ല, ഇതുപോലെ അനേകരുടെ ജീവിത തോണികളും നൗകകളും നമ്മുടെ കൂടെ ഇതുപോലെ അക്കരയ്ക്ക് യാത്ര ചെയ്യുന്നുണ്ട്. എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കള്, എൻ്റെ കൂടപ്പിറപ്പുകൾ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ അയൽവാസികൾ, എൻ്റെ ഇടവകജനം, ഇവരൊക്കെ സകലരും യാത്ര ചെയ്യുന്നത് ഈ അക്കരയ്ക്കാണ്. എവിടേക്കാണോ ദൈവം എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങളിലേക്കാണ് നമ്മളൊക്കെ എത്തിച്ചേരുന്നത്. എവിടെയാ? സ്വർഗം, നിത്യജീവൻ, വരാനിരിക്കുന്ന ജീവിതത്തിൽ സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് ഈശോ ഉപവിഷ്ടനായിരിക്കുന്നത് പോലെ നമ്മളും ആയിരിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം, ഈശോയുടെ. അതുകൊണ്ടാണ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് നോക്കിക്കോ, അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി, തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ച് കയറി. ഈ ജീവിതത്തിൻ്റെ നൗകയിൽ യാത്ര ചെയ്യുമ്പോൾ ശരിക്കും ഈ അപ്പസ്തോലന്മാര് പ്രതീക്ഷിച്ചതല്ല. എന്നതാ? ഇതുപോലൊരു കൊടുങ്കാറ്റുണ്ടാകുമെന്ന്. പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു സംഭവം വരുമെന്നൊന്നും അവര് ഒരുപക്ഷെ യാത്ര തുടങ്ങിയപ്പോൾ ആലോചിച്ചിട്ടില്ല, ചിന്തിച്ച കാര്യം പോലും അല്ല അല്ലേ? ഇന്ന് പലരുടെയും ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഇതുപോലത്തെ ചില കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുന്നുണ്ട്. ഇത് പ്രതീക്ഷിക്കണം. അതാണ് വചനത്തിലൂടെ കർത്താവ് നമ്മളോട് പറയുന്നത്. അക്കരയ്ക്കുള്ള യാത്രയിൽ, ഈ ജീവിതമാകുന്ന നൗകയിൽ, തോണിയിൽ കൊടുങ്കാറ്റടിക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് കർത്താവ് പറയുന്നത്. ഇവിടെ പ്രശ്നം എന്നാണെന്നറിയാവോ? പലരും ഇതുപോലുള്ള സാഹചര്യങ്ങൾ, അപ്രതീക്ഷിതമായ ചിലതൊക്കെ ആഞ്ഞടിക്കുമ്പോൾ, തോണിയിൽ, ജീവിതമാകുന്ന നൗകയിൽ ആഞ്ഞടിക്കുമ്പോൾ പെട്ടെന്ന് അസ്വസ്ഥപ്പെടുക, ഭാരപ്പെടുകയാണ്. എന്നാ ജീവന്? എങ്ങോട്ട് പോകും? ആരെ വിളിക്കും? കേട്ടോ, ഇതുപോലെ അവസ്ഥയോട് കടന്നു പോകുന്ന ഒത്തിരി പേരുണ്ട് നമ്മുടെ ചുറ്റും. അതായത് ജീവിതത്തിൽ ഒരിക്കലും സ്വപ്നം കാണാത്ത, പ്രതീക്ഷിക്കാത്ത ഒരു ജീവിത തകർച്ചകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ബിസിനസ് തകർച്ചകൾ, അതുമല്ലെങ്കിൽ ചില രോഗങ്ങൾ, മാറാരോഗങ്ങൾ, മാരക രോഗങ്ങളൊക്കെ ജീവിതത്തിൽ വന്നത്, ചില ആക്സിഡൻറ്റുകൾ സംഭവിച്ചത്, കേട്ടോ, ചില അകാല മരണങ്ങൾ കുടുംബത്തിൽ സംഭവിച്ചത്, അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ ഒരുവന്റെ ജീവിതമാകുന്ന നൗകയിൽ ആഞ്ഞടിക്കുമ്പോൾ നോർമലി സാധാരണ സംഭവിക്കുന്ന എന്നാ? അവൻ അസ്വസ്ഥപ്പെടുകയാണ്, ഭാരപ്പെടുകയാണ്, ടെൻഷനായി. ഈ തിരമാലകൾ കണ്ടിട്ട് ഭാരപ്പെടുകയാണ്. വചനം കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി, എന്നിട്ട് തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ച് കയറി, വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. കൊടുങ്കാറ്റുണ്ടാകാൻ മാത്രമല്ല, ഒരു അടി കിട്ടിയെന്ന് മാത്രമല്ല, പിന്നെ അടിക്കടി അടി കിട്ടുക അല്ല. ചിലവർ എൻ്റെ അച്ചോ തകർച്ച വന്നിട്ട് പിന്നെ ഭയങ്കര തകർച്ച, അങ്ങനെ അടിക്കടി ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുക. ഒരു കൊടുങ്കാറ്റ് പ്രതീക്ഷിക്കാതെ വന്നടിച്ചു എന്ന് മാത്രമല്ല, അതിലൂടെ വീണ്ടും പിന്നെ വെള്ളം കയറാനും കൂടി തുടങ്ങി. ഉണ്ടോ? വെള്ളം കയറി ശരിക്കും പറഞ്ഞാൽ വഞ്ചി മുങ്ങുന്നൊരവസ്ഥയിലേക്ക് എത്തി. ചിലവർ എൻ്റെ അച്ചോ കഴുത്തോളം മുങ്ങി. ഇനി എങ്ങനെയാ? ഇനി എന്നാ ബാക്കിയുള്ള? കഴുത്തോളം മുങ്ങി നിൽക്കുക, അവശേഷിക്കാൻ ബാക്കിയൊന്നും. കഴുത്തോളം മുങ്ങി വെള്ളം വന്നിട്ട്.
ഉണ്ടോ? ഇനി ജീവിക്കാൻ പറ്റുന്നില്ലച്ചോ, അവസ്ഥയല്ലേ ഇപ്പൊ കടന്നു പോകുന്നത്. എന്നാ ചെയ്യും? ഞങ്ങൾ കഴുത്തോളം മുങ്ങി നിൽക്കുക, ഒരു രക്ഷയില്ല. കുടുംബം മുഴുവൻ തകർന്നു, ബന്ധം മുഴുവൻ തകർന്നു, അല്ലെങ്കിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല. ഇങ്ങനെ താന്നു പോകുന്ന വഞ്ചിയിൽ കിടക്കുക. എന്നാ വെച്ചാൽ ഞങ്ങളുടെ കുടുംബം ഇങ്ങനെ മുങ്ങി താണുകൊണ്ടിരിക്കുക. സാമ്പത്തികമേല അതുപോലെ മുങ്ങി താഴുക, തകർന്നുകൊണ്ടിരിക്കുക, ഒന്നും ബാക്കിയില്ല. ഞങ്ങളുടെ മക്കളുടെയൊക്കെ അവസ്ഥയൊക്കെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം വെച്ചോ. എങ്ങനെ ഇവരെയൊക്കെ ഒന്ന് കര പിടിക്കും, അല്ലെങ്കിൽ ഇവരൊക്കെ എങ്ങനെ ഒന്ന് കൊണ്ടുപോകും? കാരണം എന്താ, ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ കുടുംബം ഒരു മുങ്ങി താഴുന്ന വഞ്ചി പോലെയാ. അതുപോലത്തെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു കാര്യം ചെയ്യും പ്രിയപ്പെട്ടവർ, ഇന്ന് പലരും അപ്രതീക്ഷിതമായി ചിലതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ചിലവരുടെ ജീവിതത്തിൽ ആ ഒരു ബോധ്യം തലയ്ക്കകത്തില്ല. എപ്പോഴും വളരെ കൃത്യമായിട്ട് നന്നായിട്ട് പൊക്കോളണം, എപ്പോഴും അവർ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ ജീവിതം പോകണം, എപ്പോഴും കണക്കുകൂട്ടലൊക്കെ ശരിയായിട്ട് പൊക്കോളണം. ആരുടെ ജീവിതത്തിലാണ് പ്രിയപ്പെട്ടവരെ അവരുടെ കണക്കുകൂട്ടലുകളൊക്കെ ശരിയായിട്ടുള്ളത്? നമ്മൾ മനുഷ്യരാ. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ കണക്കുകൂട്ടലുകളും ശരിയാകണമെന്ന് നിർബന്ധമില്ല. പലരുടെയും കണക്കുകൂട്ടലുകൾ ഇന്നലകളിൽ തെറ്റിപ്പോയിട്ടില്ലേ? ഇന്നും കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകുന്ന അനേകരില്ലേ? ഇന്നലെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയത് കൊണ്ട് ഇന്ന് മാനസികമായി തകർന്നിരിക്കുന്ന അനേകരില്ലേ? ഇന്നൊന്ന് പിടിച്ചെഴുന്നേൽക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ തകർന്നു പോയ എത്രയോ കുടുംബങ്ങളുണ്ട്. പക്ഷേ എല്ലാ കണക്കുകൂട്ടലുകളും ദൈവത്തോട് ചേർന്ന്, ദൈവവചനത്തോട് ചേർന്ന് കണക്കുകൂട്ടാൻ നമ്മൾ തയ്യാറാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരിക്കലും നമുക്ക് കണക്ക് തെറ്റിപ്പോകില്ല, കണക്കുകൂട്ടൽ തെറ്റുകയില്ല. കാരണം എന്താ, ഞാൻ എൻ്റെ കണക്ക് കൂട്ടുന്നത് കർത്താവിനോട് ചേർന്ന, വചനത്തോട് ചേർന്ന. ആ കണക്ക് ഒരിക്കലും തെറ്റിപ്പോകില്ല. പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നല്ല അച്ഛൻ പറയുന്നത്. പ്രശ്നങ്ങളോ തകർച്ചകളോ ബുദ്ധിമുട്ടുകളോ വേദനകളോ ദുരിതങ്ങളോ വരില്ല എന്നല്ല പറയുന്നത്. ഇതൊക്കെ വന്നാലും അവൻ ഇത് കണക്ക് കൂട്ടിയാണ് കടന്നു പോകുന്നത്. കണ്ടോ? ഇന്ന് ചിലതൊക്കെ കണക്ക് കൂട്ടാൻ നമുക്ക് പറ്റുന്നില്ല. അപ്രതീക്ഷിതമായ ചില അടികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാമെന്ന് നമ്മൾ എപ്പോഴും കണക്ക് കൂട്ടി പോണം. ഇപ്പൊ എന്ത് വന്നാലും അതിനെ അതിജീവിക്കാനുള്ള ഒരു ആത്മീയ കരുത്തെടുത്ത് അവൻ പോകും. കണ്ടോ? ദൈവത്തോട് ചേർന്ന് കണക്ക് കൂട്ടുന്നവന്റെ പ്രത്യേകത അതാ. ഒരു പ്രശ്നം വന്നാലും, ഒരു ദുരിതം വന്നാലും, ഒരു ബാധ്യത വന്നാലും, ഒരു ജീവിതത്തിൻ്റെ ഒരു തകർച്ച വന്നാലും അതിനെ അതിജീവിക്കുവാനുള്ള ആത്മീയ പക്വതയും ബലം എടുത്തിട്ടാണ് ഇവൻ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ആത്മീയ ജീവിതത്തിന്റെ യാത്ര. ഇന്ന് പലരും ഈ ബലം എടുക്കാതെയാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രശ്നം മുഴുവനും. പലരും ഈ കരുത്തെടുക്കാതെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അനേകരും തകർന്നു പോകുന്നത്. അതുകൊണ്ട് കർത്താവ് വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു ആത്മീയ രഹസ്യമാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും നമ്മുടെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറമായിട്ട് അപ്രതീക്ഷിതമായി പല കൊടുങ്കാറ്റുകളും നമ്മുടെ ജീവിതമാകുന്ന നൗകയിൽ, തോണിയിൽ ആഞ്ഞടിക്കും. അപ്പം അതിനെ അതിജീവിക്കാനുള്ളൊരു ആത്മീയ ബലം ഉണ്ടോയെന്ന് ഇപ്പോഴേ ആത്മശോധന ചെയ്യുന്ന നല്ലതാണ്. അവിശുദ്ധിയുടെ ചില കൊടുങ്കാറ്റുകൾ അടിക്കുമ്പോൾ, ചില പാപത്തിൻ്റെ കൊടുങ്കാറ്റുകൾ ജീവിതത്തിനെതിരെ അടിക്കുമ്പോൾ, ചില ദുശീലങ്ങളുടെ കൊടുങ്കാറ്റുകൾ ജീവിതത്തിനെതിരെ നിൽക്കുമ്പോൾ, ചില രോഗങ്ങളുടെ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ, ചില ബാധ്യതകളുടെ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ, ചില തടസ്സത്തിൻ്റെ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള ബലമുണ്ടോ എന്ന് ഇപ്പോൾ ആത്മശോധന ചെയ്യണം. ഈ നിമിഷം ആത്മശോധന ചെയ്യണം. അതല്ലെങ്കിൽ പ്രശ്നം എന്നാ, ആ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ, ആ പ്രതികൂല സാഹചര്യം നിൽക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, വീണുപോകും. അതുകൊണ്ടാണല്ലോ ഇന്ന് അനേകർ വിശുദ്ധ ജീവിതം ഉപേക്ഷിച്ചു പോകുന്നത്. അതുകൊണ്ടാണല്ലോ അനേകരിന്ന് തെറ്റായ കൂട്ടുകെട്ടുകളിലേക്ക് പോകുന്നത്, പാപകരമായ ബന്ധങ്ങളിലേക്ക് പോകുന്നത്, ജീവിതത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ കോണുകളിലേക്ക് പോകുന്നത്, നിരാശകളിലേക്ക് പോകുന്നത്, ആത്മഹത്യ ചിന്തകളിലേക്ക് എത്തി നിൽക്കുന്നതിനൊക്കെ പിന്നിൽ കാരണം അപ്രതീക്ഷിതമായി ജീവിതത്തിനെതിരെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളെ അതിജീവിക്കാനുള്ള ആത്മീയ കരുത്ത് സ്വന്തമാക്കാത്തത് കൊണ്ടാണ്. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഈ ജീവിതത്തിൽ, ഈ തോണിയിൽ യാത്ര ചെയ്യാൻ. എപ്പോൾ വേണമെങ്കിലും കൊടുങ്കാറ്റുണ്ടാകാം, എപ്പോൾ വേണമെങ്കിലും തോണി ഇതുപോലെ അസ്വസ്ഥപ്പെടുന്ന രീതിയിലേക്ക് വരാം, എപ്പോൾ വേണമെങ്കിലും ഈ തോണിയിൽ വെള്ളം കയറുന്നൊരവസ്ഥയുണ്ടാകാം. ഈ അവസ്ഥ അപ്പസ്തോലന്മാർ കടന്നു പോകുന്നത് ഒരു ആത്മീയ പക്വത ഇല്ലാത്തത് കൊണ്ട്,
ആത്മീയമായി വളരാത്തത് കൊണ്ട് ഇവരെന്നാ ചെയ്തേ? ഇവർ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു അല്ലേ? ഇവര് മുഴുവൻ പടാപ്പാട് പെടുന്നുണ്ട്, ചെയ്യാൻ പറ്റാവുന്ന എല്ലാം ചെയ്യുന്നുണ്ട്. ശരിക്കും വള്ളം വലിക്കാൻ ശ്രമിക്കുന്നുണ്ടാകും, ഇതൊന്ന് ശാന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടാകും, ഇതിനൊന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും, ഇതൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. അപ്പസ്തോലന്മാർക്ക് ചെയ്യാൻ പറ്റാവുന്ന സകല കലാപരിപാടികളും അപ്പസ്തോലന്മാർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കിയപ്പോഴാണ് പ്രിയപ്പെട്ടവരെ എന്നതാ യേശു ക്രിസ്തു വചനം പറയുന്നു, യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ഒന്ന് ആലോചിച്ചോക്കെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ കുടുംബത്തിന് അന്തരീക്ഷം മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വളരെ കൂളായിട്ട് നിൽക്കുന്നതാണ്. നിങ്ങൾ തനിക്കൊന്നും ഇതിന് പ്രശ്നം, ഇതുപോലെ കടന്നു പോയിട്ട് തനിക്കൊരു ഒരു ഇതേക്കുറിച്ച് ഒരു ചിന്തയില്ലല്ലോ, ഒരു ബോധനേഷൻ ഇല്ലല്ലോ എന്നൊക്കെ പറയാറില്ലേ? പക്ഷെ ശിഷ്യന്മാർ അതുപോലെ മനസ്സുകൊണ്ട് ആലോചിച്ച് കാണും. ഇതുപോലെ തോണി ആടിയുലഞ്ഞിട്ട്, ഇതുപോലെ തകർന്നിടിയാൻ പോയിട്ട്, ഇതുപോലെ എല്ലാം മരിക്കാൻ പോയിട്ട് അവർ ചിന്തിച്ചാണ് ഇവന്മാർ പലരും മുക്കുവന്മാരാന്നേ. അപ്പൊ തോണിയിൽ വെള്ളം കയറിയാലും ഇവർക്ക് രക്ഷപ്പെടാനുള്ള വഴി അറിയാം. അപ്പോഴായിരിക്കും ഇവർ ആലോചിച്ചേക്കുന്നത്, തച്ചൻ കടന്നുറങ്ങുക, ഈ വഞ്ചി എങ്ങാൻ, ഈ നൗക എങ്ങാൻ, ഇതെങ്ങാൻ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ ടീം എങ്ങനെ രക്ഷപ്പെടും അല്ലേ? പക്ഷെ അപ്പസ്തോലന്മാർ ചിന്തിച്ച് കാണും. കാരണം അവരുടെ പരിചയം കൊണ്ടും അവരുടെ കഴിവ് കൊണ്ടും പലതും പരിശ്രമിച്ചിട്ടും ചെയ്തിട്ടും ഒന്നും നടക്കുന്നില്ല. അവരുടെ കഴിവിൻ്റെ മാക്സിമം അവർ പരിശ്രമിച്ചിട്ടുണ്ട് അല്ലേ? ചിലവർ എൻ്റെ അച്ഛൻ ഞങ്ങൾക്ക് പറ്റാവുന്നതിൻ്റെ മാക്സിമം ചെയ്ത് ഇനി എന്നാ ചെയ്യേണ്ടത്, ഇനി എങ്ങനെ, ചിലവർക്ക് ഇനി എങ്ങനെ പ്രാർത്ഥിക്കേണ്ട അച്ഛൻ പറ. പ്രാർത്ഥിക്കേണ്ടത് പരമാവധി പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, ജപമാലയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, കരണക്കൊന്ത ചെല്ലുന്നുണ്ട്, തീർത്ഥാടനത്തിന് പോകുന്നുണ്ട്, കൺവെൻഷന് പോകുന്നുണ്ട്, അവിടെ പോകുന്നുണ്ട്, ഇവിടെ എല്ലാം ചെയ്യുന്നുണ്ട്. ഇനി അച്ഛൻ പറ, ഇനി എങ്ങനെ പ്രാർത്ഥിക്കേണ്ടേ ഉണ്ടോ? അതുപോലത്തെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നേ. ഇവിടെ ഇവര് മാനുഷികമായി ചെയ്യാവുന്ന എല്ലാ കലാപരിപാടിയും ഈ അപ്പസ്തോലന്മാർ ചെയ്ത് കാണണം. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈശോ ശാന്തമായിട്ട് അമരത്ത് തലവെച്ച് കിടന്നുറങ്ങുകയാണ്. ഇതാണ് ഒരു ആത്മീയ ജീവിതത്തിൻ്റെ പക്വത. ഉണ്ടോ? ജീവിതത്തിൽ എങ്ങനെയൊക്കെ കാറ്റുണ്ടായാലും കോളുണ്ടായാലും എങ്ങനെയൊക്കെ ജീവിതമാവുന്ന നൗക ആടി ഉലയാൻ കാരണമായാലും അതിൻ്റെ അമരത്ത് ശാന്തമായി കിടന്നുറങ്ങാനുള്ള ഒരു ആത്മീയ കരുത്ത്, അതിൻ്റെ അമരത്ത് ശക്തമായ സാന്നിധ്യത്തിൽ വളരെ ശാന്തതയോടെ കിടന്നുറങ്ങാനുള്ള ഒരു കരുത്ത് ഈശോയ്ക്കുണ്ടായിരുന്നു. എന്നിട്ട് എന്നാ സംഭവിച്ചെന്ന് നോക്കിയേ. ശരിക്കും എന്നാ ചെയ്യേണ്ടത്, നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എന്നാ, അതാണ് അവസാനമാണ് അപ്പസ്തോലന്മാർ ചെയ്യുന്നത്. ഇതെല്ലാം അവരെ കൊണ്ട് ചെയ്യാവുന്ന കലാപരിപാടി മുഴുവൻ ചെയ്തിട്ടാണ് അവർ ഈശോയെ വിളിച്ചുണർത്തുന്നത്. അവരെന്നാ ചെയ്തേ? അപ്പോൾ അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരോ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ ഇത് ഗവനിക്കുന്നില്ലേ? നശിക്കാൻ പോവാന്ന്. കാറ്റിനെയും കടലിനെയും സൃഷ്ടിച്ചവൻ അമരത്ത് കിടന്നുറങ്ങുക. എന്നിട്ട് അവനെ വിളിച്ചേപ്പിച്ചോടെ, നീ ഇതൊന്നും കാണുന്നില്ല, ഞങ്ങൾ നശിക്കാൻ പോവാന്ന്. പ്രിയപ്പെട്ട, ഈശോ അവരുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും ആ സാന്നിധ്യം കാറ്റിനെയും കടലിനെയും ശാസിക്കുന്ന സാന്നിധ്യമാണെന്ന് ഈ അപ്പസ്തോലന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല അല്ലേ? ഇതാ നമ്മുടെ പ്രശ്നം. ജീവിക്കുന്ന കർത്താവ് കൂടെ ഉണ്ടായിട്ടും, അവൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിട്ടും, അവൻ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടായിട്ടും, അവൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടും, അവൻ നമ്മുടെ കൂടെ എന്ന് നിലനിൽക്കുന്ന സാന്നിധ്യമായി, ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞവൻ, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ കടന്നുപോയാലും ഞാൻ നിന്റെ കരം പിടിക്കുമെന്ന് പറഞ്ഞവൻ, ഞാൻ നിന്നെ അനാഥനായി വിടുകില്ല എന്ന് പറഞ്ഞവൻ കൂടെയുണ്ടെന്നുള്ള ബോധ്യം അപ്പസ്തോലന്മാർ അങ്ങോട്ട് മറക്കുകയാണ്. ഇതാ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. പെട്ടെന്നൊരു കാറ്റും കോളും ഉണ്ടാകുമ്പോൾ നമ്മുടെ കൂടെ ഒരു ദൈവം ഉണ്ടെന്നുള്ള ബോധ്യം അങ്ങോട്ട് പലരുടെയും തലയ്ക്കകത്തുനിന്ന് പോകും. എന്നിട്ട് കടന്ന് പടാപ്പാട് വിടും. എന്നിട്ട് അവസാനമാണ് ചിലരൊക്കെ കർത്താവിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവർ, ഒരു പ്രശ്നം വരുമ്പോൾ, ജീവിതത്തിൽ ഒരു ജീവിതമാകുന്ന നൗകയിൽ ഒരു കാറ്റും കോളും ആഞ്ഞടിക്കുമ്പോൾ, അപ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കൂടെ നിൽക്കുന്ന കർത്താവിനെ വിളിച്ചുണർത്തുക. അതാണ് ആദ്യം ഒരു ആത്മീയ മനുഷ്യൻ ആദ്യം ചെയ്യേണ്ടത്. തിരിയേണ്ടത് കർത്താവിങ്കിലേക്ക്, അല്ലാതെ നമ്മൾ ചെയ്യാവുന്ന കലാപരിപാടി മുഴുവൻ ചെയ്തിട്ട് അവസാനം കർത്താവിനെ വിളിക്കുകയല്ല ചെയ്യേണ്ടത്. ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ തന്നെ നമ്മൾ കർത്താവിനെ വിളിക്കുക, ദൈവത്തെ വിളിക്കുക. എന്നാൽ അതിനാർക്കും പറ്റുകയില്ല. അവിടെ പോവും, അവനെ കാണും, ഇവനെ കാണും, ആ കൗൺസിലറിൻ്റെ അടുത്ത് പോവും, ആ അച്ഛൻ്റെ അടുത്ത് പോവും, ആ കാര്യം എല്ലാവരുടെ അടുത്തും കലാപരിപാടിക്ക് പോവും. എന്നിട്ട്
അവസാനമായിരിക്കും ദൈവത്തെ വിളിക്കുന്നത്. ജീവിതമാകുന്ന നൗകയിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് അനുഭവങ്ങളെ അതിജീവിക്കാൻ, കാറ്റിനെയും കടലിനെയും ശാസിക്കാൻ കരുത്തുള്ള ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ടെന്ന് മനസ്സിലായി അവൻ്റെ മുമ്പിൽ മുട്ടുമുത്തി കർത്താവേ എന്ന് ഹൃദയം തുറന്ന് വിളിച്ചാൽ, ഞാൻ നശിക്കാൻ പോകുന്നുവെന്ന് കർത്താവിൻ്റെ മുമ്പിൽ പറഞ്ഞാൽ, വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാകുക. കാറ്റ് ശമിച്ചു. അപ്പോൾ വിളിക്കേണ്ടവനെ വിളിച്ചപ്പോൾ പ്രശ്നങ്ങൾക്ക് ഉത്തരവുണ്ട്. നമ്മൾ പ്രശ്നം തീർക്കാനല്ല ശ്രമിക്കേണ്ട പ്രിയപ്പെട്ടവരെ. നമ്മൾ കടന്നു പോകുന്ന പ്രശ്നത്തിന് ആരിലാണ് ഉത്തരമെന്ന് മനസ്സിലാക്കി അവനെ വിളിച്ചുണർത്തുക എന്നുള്ളതാണ് ആത്മീയ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. തുടർന്ന് വരുന്ന ആരാധന നിമിഷങ്ങളിൽ കാറ്റിനെയും കടലിനെയും ശാസിച്ചവനത് അൾത്താരയിലേക്ക് കടന്നു വരികയാണ്. അവനെ വിളിക്കാം, വിളിക്കേണ്ടതുപോലെ വിളിക്കാം. അവനെ വിളിക്കാം, വിളിക്കേണ്ടതുപോലെ നമുക്ക് വിളിക്കാം. കർത്താവെ, എൻ്റെ ജീവിതത്തിൻ്റെ കാറ്റും കോളും അനുഭവത്തിൽ നിന്നും, എൻ്റെ ജീവിതത്തിനെതിരെ നിൽക്കുന്ന കൊടുങ്കാറ്റ് അനുഭവങ്ങളിൽ നിന്നും കർത്താവെ എന്നെ മോചിപ്പിക്കണമേ, എൻ്റെ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റിനെ ശാന്തമാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ തുടർന്ന് വരുന്ന ആരാധനയിൽ ദൈവത്തെ ഹൃദയം തുറന്ന് ജീവിതം വിട്ടുകൊടുത്ത് നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. കരങ്ങൾ കൂപ്പാം, ശിരസ് നമിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണു തുറന്ന് ഈശോയെ നോക്കാം. കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിക്കാം. പ്രിയപ്പെട്ടവരെ, ഇതാ നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ, നമ്മുടെ കുടുംബത്തിൻ്റെ അമരത്ത് ഈശോയുണ്ട്. എല്ലാം ഭവനത്തിൻ്റെയും വ്യക്തി ജീവിതങ്ങളുടെ നാഥൻ ഈശോയാണ്. ഈശോ നമ്മുടെ അമരത്തുണ്ട്, തലവെച്ച് കിടക്കുന്നുണ്ട്. ഈ ആരാധന നിമിഷങ്ങളിൽ നമ്മുടെ കൂടെയുള്ള ഈശോയെ വിളിച്ചുണർത്താൻ പോവാ. ഒരുപക്ഷെ നിൻ്റെ ജീവിതമാകുന്ന നൗകയിൽ ഒരുപക്ഷെ കാറ്റും കോളും അടിച്ച് നീ ആടിയുലയുന്ന വ്യക്തിയായിരിക്കാം. ഒത്തിരി ഭാരപ്പെടുന്നുണ്ടാകാം, നീ ഒത്തിരി അസ്വസ്ഥപ്പെടുന്നുണ്ടാകാം. ശരിയാ, നീ കടന്നു പോകുന്ന അവസ്ഥ നീ എത്ര പരിശ്രമിച്ചിട്ടും എത്ര ആഗ്രഹിച്ചിട്ടും മാറ്റാൻ പറ്റാതെ നിന്നെ ഭാരപ്പെടുത്തുന്ന പ്രശ്നമായിരിക്കും കടന്നു പോകുന്നത്. വചനത്തിൽ നമ്മൾ കേട്ടില്ലേ, അപ്പസ്തോലന്മാർ ഒത്തിരി പരിശ്രമിച്ചു, ഒത്തിരി ഭാരപ്പെട്ടു. എങ്ങനെയെങ്കിലും ആടി ഉലയുന്ന തോണിയെ ഒന്ന് നിയന്ത്രിക്കാൻ അവർ ഒത്തിരി ഭാരപ്പെട്ടു. അതുപോലെ ഭാരപ്പെടുന്നൊരു മകനായിരിക്കാം നീ, അതുപോലെ ഒത്തിരി ഭാരപ്പെടുന്നൊരു മകളായിരിക്കാം നീ. ഒരുപക്ഷെ സാമ്പത്തിക മേഖലകളിലൊന്ന് പിടിച്ചു നിർത്താൻ, മക്കളുടെ ജീവിതത്തിൻ്റെ ചില മേഖലകളൊന്ന് പിടിച്ചുയർത്താൻ, ഒരുപക്ഷെ ചില കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാത്ത മേഖലകളുണ്ടാകാം, അവരുടെ ജോലി മേഖലകളിലെ പ്രശ്നങ്ങൾ ഭാരപ്പെടുത്തുന്നുണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളുണ്ടാകാത്ത മേഖല ഉണ്ടാകാം, അവരുടെ കുടുംബ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ നിന്നെ ഒത്തിരി ഭാരപ്പെടുത്തുന്നുണ്ടാകാം. ഇതുപോലെ ഒരുപക്ഷെ നിൻ്റെ ജീവിതമാകുന്ന നൗക ആടിയുലയുകയോ അസ്വസ്ഥപ്പെടുകയോ നിനക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ നിനക്ക് നിയന്ത്രണമില്ലാതെ കടന്നു പോകുന്നൊരവസ്ഥയിലായിരിക്കും ഇപ്പോൾ നിൽക്കുന്നത്. ആയിക്കൊള്ളട്ടെ, ഒന്ന് വിശ്വസിച്ചേ, ഈ അൾത്താരയിൽ നിന്നും നിന്നെ കാണുന്ന കർത്താവ് നിൻ്റെ ജീവിതമാകുന്ന നൗകയിൽ ആ അമരത്ത് തലചായ്ച്ച് ശാന്തമായി കിടന്നുറങ്ങുന്ന ഈശോയാ. വിളിച്ചുണർത്തണം. ഈശോയെ, എൻ്റെ ജീവിതത്തിൻ്റെ കാറ്റും കോളും അങ്ങ് ഇപ്പോൾ ശാന്തമാക്കണം. ഹൃദയം കൊണ്ടൊന്ന് പറഞ്ഞേ. എന്നിട്ട് ഈശോയുടെ അടുത്ത് പറയാം, ഈശോയെ, എൻ്റെ കുടുംബത്തിനെതിരെ, എൻ്റെ ജീവിതത്തിൽ സമാധാനമില്ല കർത്താവെ, സന്തോഷമില്ല, സ്വസ്ഥതയില്ല, ഒരു വിധത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എല്ലാ കർത്താവിൻ്റെ അടുത്ത് പറ. എന്നിട്ട് ഈശോയുടെ അടുത്ത് പറ, ഈശോയെ ഒന്ന് എഴുന്നേൽക്ക്, എൻ്റെ കുടുംബത്തിനെതിരെ നിൽക്കുന്ന കാറ്റിനെയും കോളിനെയും ഒന്ന് ശാന്തമാക്ക്. എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഒത്തിരി പരിശ്രമിച്ചു, ഞാൻ ഒത്തിരി ഭാരപ്പെടുന്നു, ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന എല്ലാം ചെയ്യുന്നുണ്ട് ഈശോയെ, എന്നിട്ട് എനിക്കൊന്ന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എനിക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ നിയന്ത്രണത്തിന് അതീതമായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ കടന്നു പോവുക. എല്ലാം കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ വ്യക്തി ജീവിതത്തിൻ്റെ മേൽ നിൽക്കുന്ന കാറ്റും കോളുകളുണ്ട് പ്രിയപ്പെട്ടവരെ.
സ്വഭാവത്തിൽ നിൽക്കുന്ന ചില വൈകാരിക നിൽക്കുന്ന പ്രശ്നങ്ങൾ, നിയന്ത്രിക്കാൻ പറ്റാതെ നിൽക്കുന്ന അമിതമായ ഭയം, അമിതമായ നിരാശകൾ, ആകുല ചിന്തകൾ, സ്വയം ശപിക്കുന്ന അവസ്ഥകൾ, അതെല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ നിൽക്കുന്ന കാറ്റും കോളുകളാണ്. ഇതെല്ലാം കർത്താവിൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊടുക്കുക. ഈശോയെ വിളിച്ച് എഴുന്നേൽപ്പിക്കുക. ഏതു മേഖലയിലാണോ ഈശോ നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണം നീ ആഗ്രഹിക്കുന്നത്, ആ മേഖലകളിലേക്ക് ഇപ്പോൾ കർത്താവിനെ വിളിക്കുക. അപ്പസ്തോലന്മാർ ഈശോയെ വിളിച്ചുണർത്തിയത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ആടി ഉലയുന്ന തോണി ശാന്തമാകണം, അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അവർക്കറിയാം അവർ നശിക്കാൻ പോവാ, അല്ലേ? പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇതല്ലേ, കർത്താവ് എല്ലാം തീർന്നു, എല്ലാം നശിച്ചു, ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ മനസ്സുകൊണ്ട് ഇന്നലകളിൽ പറഞ്ഞിട്ടുണ്ടാകാം. ഒരുപക്ഷെ ഇപ്പോഴും നീ മനസ്സുകൊണ്ട് മന്ത്രിക്കുന്ന വ്യക്തിയാകാം. ഒരുപക്ഷെ നിൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഒരുപക്ഷെ നിന്നെ അങ്ങനെ ചിന്തിക്കാനും ഒരുപക്ഷെ അതിനനുസരിച്ചുള്ള പ്രവർത്തികളിലേക്ക് പോകാനും പ്രേരിപ്പിക്കുന്നുണ്ടാകാം. എന്തുമായിക്കൊള്ളട്ടെ, ഒരു കാര്യം ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. ഇത് ഈ അൾത്താരയിൽ നിന്നെ നോക്കുന്നവൻ ചെങ്കടലിനെ വിഭജിച്ചവനാണ്. ചെങ്കടലിൻ്റെ നടുവിൽ ഒരു വഴിയുണ്ടെന്ന് ഇസ്രായേൽ ജനത്തെ കാണിച്ചു കൊടുത്തവനാണ്. ഇത് ഈ അൾത്താരയിൽ നിന്ന് നോക്കുന്ന കർത്താവ് 38 വർഷം ബത്സൈദ കുളക്കടവിൽ കടന്ന രോഗിയുടെ ജീവിതത്തിൻ്റെ രോഗമാകുന്ന കാറ്റിനെയും കോളിനെയും ശാസിച്ചവനാണ്. ഈ അൾത്താരയിൽ നിന്ന് നിൻ്റെ കുടുംബത്തെ നിന്നെ നോക്കുന്ന കർത്താവ്, പ്രിയപ്പെട്ടവരെ വിശ്വസിക്ക്, 12 വർഷക്കാലം രക്തസ്രാവമായി കടന്നുപോയ ആ മകളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഭാരമേറിയ പ്രശ്നത്തിലേക്ക് കടന്നു ചെന്ന് വിശ്വാസത്താൽ അവളും തൊട്ടപ്പോൾ എടുത്തുമാറ്റി അതേ കർത്താവാണ്. ഇതാ ഇപ്പോൾ നിൻ്റെ കുടുംബത്തിലേക്ക്, നിൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക്, നീ കുടുംബമായി വ്യക്തി ജീവിതമായി കടന്നു പോകുന്ന സകല കാറ്റിനെയും കോളിനെയും ശാസിക്കാൻ കരുത്തുള്ള കർത്താവ്. അപ്പസ്തോലന്മാർ വിളിച്ചുണർത്തിയപ്പോൾ കർത്താവ് എഴുന്നേറ്റു, എന്നിട്ട് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി എന്ന് വചനം പഠിപ്പിക്കുന്നു. ഇതാ ഈശോ നിൻ്റെ കുടുംബത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോവുക. ഈശോ നിൻ്റെ വ്യക്തി ജീവിതത്തിൽ എഴുന്നേൽക്കാൻ നീ ഒന്ന് അനുവദിച്ചാൽ മാത്രം മതി, അവനൊന്ന് വിളിച്ചാൽ മാത്രം മതി. കരങ്ങൾ 2 തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചിട്ട് ഈശോയേന്നൊന്ന് ഹൃദയം കൊണ്ട് വിളിച്ച്, ഹൃദയം നുറുങ്ങി ഒന്ന് വിളിച്ച്, ഇന്ന് വരെ പ്രാർത്ഥിക്കാത്ത രീതിയിൽ ഒന്ന് കർത്താവിനൊന്ന് വിളിച്ച്, വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടൊന്ന് വിളിച്ച്, ഈ വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ് കർത്താവ് എന്നുള്ള ബോധ്യത്തോടെ വിളിച്ച്, മരണം നിൻ്റെ മുമ്പിൽ കാണുമ്പോഴും അതിൻ്റെ നടുവിൽ ഒരു ചെങ്കടലിനെ വിഭജിക്കാൻ കരുത്തുള്ള കർത്താവാണ് നിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ള ബോധ്യത്തോടെ ഈശോയേന്നൊന്ന് വിളിച്ച്, ഈശോയെ എൻ്റെ കുടുംബത്തിലേക്ക് ഇപ്പോൾ പ്രവർത്തിക്കണമേ, ഈശോയെ എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ ആടിയുലയുന്ന രീതിയിൽ കടന്നു പോകാൻ അനുവദിക്കുന്ന കാറ്റിനെയും കോളിനെയും ഇപ്പോൾ കർത്താവെ ശാന്തമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി ഈശോയെന്ന് വിളിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. കർത്താവേ, ഇവരുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന കാറ്റിനെയും കോളിനെയും അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ തന്നെ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. സകല രോഗങ്ങളെ ശാസിക്കുന്നു, സകല ദുർപീഡകളെ ശാസിക്കുന്നു, സകല സാമ്പത്തിക ഇഷ്യൂസിനെയും ഇപ്പോൾ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മക്കളുടെ കുടുംബങ്ങളിൽ നിൽക്കുന്ന അസമാധാനങ്ങൾ, കർത്താവെ, സ്വസ്ഥതയില്ലാത്ത മേഖലകൾ, ഭിന്നതയുള്ള മേഖലകൾ, അതെല്ലാം ഈശോയെ അങ്ങയുടെ നാമത്തിൽ തന്നെ ശാസിക്കുന്നു. കാറ്റിനെയും കോളിനെയും ശാസിച്ച കർത്താവെ, അങ്ങയുടെ നാമത്തിലും സാന്നിധ്യത്തിലും ഇപ്പോൾ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങൾ ഇപ്പോൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ദുശീലങ്ങൾക്ക് അടിമകളായ വ്യക്തികൾ ഇപ്പോൾ വിടുതലുണ്ടാകട്ടെ. കർത്താവ്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജീവിതങ്ങളിലും ആത്മാവിൻ്റെ ചലനമുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച കരങ്ങൾ ഒരിക്കൽ കൂടി മാറോട് ചേർത്ത് പിടിക്കാം, കണ്ണുകൾ അടയ്ക്കാം. വിശ്വസിക്കുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. നമ്മുടെ കൺമുമ്പിൽ എന്നെ ഈ നിമിഷം അനുഗ്രഹിക്കുന്ന കർത്താവ്, ആശീർവദിക്കുന്ന ദൈവം, നിൻ്റെ കാറ്റിനെയും ജീവിതത്തിൻ്റെ കോളുകളെയൊക്കെ ഇപ്പോൾ ശാസിക്കുന്ന, ശാന്തമാക്കുന്ന നിമിഷമാണ്. കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് ഈശോ എൻ്റെ കുടുംബത്തെ, എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ എല്ലാ കാറ്റിനെയും കോളിനെയും ശാന്തമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളിൽ